നിങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായ ബാഡ് എക്സ്പീരിയൻസസ് വലുതായിട്ട് ഇപ്പോഴും നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് സയൻസ് ഇതൊക്കെയാണ്. നിങ്ങൾ പേഴ്സണാലിറ്റി എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ട്രോമയുടെ റിയാക്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ. ഇനി അത് നിങ്ങളെ അഡൾട്ട് എന്നുള്ള രീതിയിൽ എങ്ങനെ എഫക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാതെയാണ് വളർന്നെങ്കിൽ, അൺകണ്ടീഷണൽ ലവ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആരെങ്കിലും ഫ്രീലി നിങ്ങൾക്ക് കുറച്ച് സ്നേഹം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകും. അത് ടോക്സിക് ആയാലും അല്ലെങ്കിലും അവർ കുറച്ച് ലവ് ബോംബ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആയി പോകും. രണ്ടാമത്തെ, നിങ്ങൾക്ക് ശരിക്കും അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വലുതായി കഴിയുമ്പോഴേക്കും മറ്റുള്ളവരുടെ അപ്രീസിയേഷന് വേണ്ടിയിട്ട് സ്വന്തം നീഡ്സ് വരെ ഇഗ്നോർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഔട്ട് ഓഫ് ദ വേ നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കാനും പോകും. പിന്നെ നിങ്ങൾ ഫിസിക്കലി മെന്റലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് റിലേഷൻഷിപ്പിനോടും പേടിയായിരിക്കും. ഒന്നിലും ഒരു സേഫ് ആൻഡ് സെക്യൂർ നിങ്ങൾക്ക് ഫീൽ ആവില്ല. എപ്പോഴും റീഅഷുറൻസ് വേണ്ടി വരുമായിരിക്കും. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്ട് ഇഷ്യൂസ് ഉണ്ടാവും. നോ പറയാനും ബൗണ്ടറീസ് വയ്ക്കാനും സ്വന്തം നീഡ്സ് എക്സ്പ്രസ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. കാരണം അത് മുമ്പ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ പണിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് നീഡ്സ് ഒക്കെ ഇഗ്നോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിനൊന്നും വില കിട്ടാതാണ് നിങ്ങൾ വളർന്നു വന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിന് മര്യാദയ്ക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇമോഷണലി അൺഅവൈലബിൾ ആയ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് ഗ്രോയിങ് അപ്പ് വിത്ത് ഇമോഷണൽ സപ്പോർട്ട് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. അതെല്ലാവർക്കും കിട്ടാവുന്ന ഒരു സാധനമല്ല.